Hi dears, welcome back to statistics class. Today I am going to take second method for finding the estimators of unknown parameter, that is the method of maximum likelihood. This method is introduced by Sir R.A. Fisher in 1921. It is used for finding or for generating the estimators of unknown parameters, and this method is more superior to the method of Momensen. ഈ മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മളുടെ റാൻഡം സാമ്പിൾസ് x1 x2 എക്സെട്ര xn ആണ് നമ്മളുടെ റാൻഡം സാമ്പിൾസ് with density function fx1 theta, fx2 theta, etc. fxn theta ആണെങ്കിൽ ഇതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദിസ് റാൻഡം വേരിയബിൾ. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് x1 x2 etc. xn theta. It is the joint density function of the random variable. That is, likelihood function is denoted by L of x1 x2 etc. xn, which is equal to the joint density function of the random sample with respect to the theta. Okay, that is f of x1 x2 etc. xn theta. If x1 x2 etc. xn are independent random variable, then we can write it as f of x1 theta into f of x2 theta etc. into f of xn theta. Then that is equal to the product of the density function, that is I equal to 1 to n f of xi theta. അപ്പോൾ നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. അപ്പോൾ എൽ ഓഫ് x1 x2 എക്സെട്ര xn തീറ്റ ആക്കിയിട്ടാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എൽ ഓഫ് എക്സ് തീറ്റ ഓർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എൽ ഓഫ് തീറ്റ. ഈ മൂന്ന് മെത്തേഡിൽ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റാൻഡം സാമ്പിളിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ മാക്സിമം നമ്മൾ കാണും. മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ മാക്സിമം കാണും. നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ മാക്സിമം ആണ് നോക്കുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യും? ലെസ് ദാൻ 0 എന്നാണ് നോക്കുക. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ അതേമാതിരി തന്നെ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് കൺസിസ്റ്റ് ഈസ് ഇൻ ഫൈൻഡിങ് ആൻ എസ്റ്റിമേറ്റർ ഓഫ് ദ പാരാമീറ്റർ വിച്ച് മാക്സിമൈസ് എൽ ഫോർ വേരിയേഷൻ ഇൻ ദ പാരാമീറ്റർ. ഇവിടെ ഈ ഒരു ഫംഗ്ഷന് മാക്സിമൈസ് ആണെങ്കിൽ നമുക്ക് അവിടുത്തെ അൺനോൺ പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കുക. ദസ് ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് എ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഈസ് ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് തീറ്റ വിച്ച് മാക്സിമൈസ് എൽ ഓഫ് തീറ്റ. അപ്പോൾ നമ്മളിവിടെ അൺനോൺ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ എന്താണ് വാല്യൂ കാണും. എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ എൽ ഓഫ് തീറ്റ മാക്സിമൈസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഈ കിട്ടുന്ന thus if there exists a function t of x1 x2 etc. xn of the sample values which maximize L for variation in theta. അവിടെ ഒരു റാൻഡം സാമ്പിളിൻ്റെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് മാക്സിമൈസ് എൽ ഫോർ ദ വേരിയേഷൻ ഇൻ തീറ്റ. ദെൻ ടി ഈസ് കോൾഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റർ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് അതിനെ ഈക്വൽ ടു 0 ആക്കുക. ലൈക്ലിഹുഡിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈക്വൽ ടു 0 ആക്കുക. ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണ് നോക്കുക. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് തീറ്റ ഹാറ്റ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ എന്താണ് കണ്ടീഷൻ? അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആവണം. എങ്കിലാണ് ഈ തീറ്റ ഹാറ്റ് നമ്മളുടെ എസ്റ്റിമേറ്റർ ആവുള്ളൂ. തീറ്റ ഹാറ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തീറ്റ ഹാറ്റ്.
ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് ആക്കിയിട്ട് നമുക്ക് ഈ തീറ്റേൻ്റെ വാല്യൂ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും കൂടെ നോക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണോ നോക്കണം. എങ്കിലാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷന് മാക്സിമൈസ് ആവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലിന് പകരം ലോഗല്ലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലിന് പകരം നമ്മൾ ഏതാണ് എടുക്കുന്നത്, ലോഗല്ലാണ്. അപ്പോൾ നമ്മളുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് മാക്സിമം നോക്കുക, ഡോ ലോഗൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 നോക്കൂ. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ ലോഗൽ ഡിവൈഡ് ബൈ ഡോ തീറ്റ സ്ക്വയർ ലെസ് ദാൻ 0 എന്നാണ് നോക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടുത്തെ എസ്റ്റിമേറ്റേഴ്സ് ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ നമുക്കറിയാം ഒരു പോപ്പുലേഷനിൽ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആ പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരേ സമയത്ത് കണ്ടെത്താമെന്ന് പറയാം. സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഇവിടെ ഒന്നിൽ കൂടുതലുള്ള പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേറ്റേഴ്സ് കണ്ടെത്താമെന്ന് പറയുന്നത്. അപ്പോൾ മിസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമുക്ക് x1 x2 എക്സെട്ര xn നമ്മൾ റാൻഡം സാമ്പിൾ ആണെങ്കിൽ അതിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടെത്തും. അതിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ് നമ്മളുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ മാക്സിമം ആണ് നോക്കണമെങ്കിൽ നമ്മൾ മാക്സിമം റൂൾ ഓഫ് ഡെറിവേഷൻ അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെന്ന് നോക്കും. ഓക്കെ, അങ്ങനെ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു തീറ്റൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവിടുത്തെ ആ ഒരു വാല്യൂ ആണ് നമ്മളുടെ എസ്റ്റിമേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? പ്രോബ്ലം ചെയ്യുമ്പം ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. ഇനി അവിടുത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആർ കൺസിസ്റ്റൻറ്റ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആർ കൺസിസ്റ്റൻറ്റ്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ടെൻഡ് ടു നോർമാലിറ്റി ഫോർ ലാർജ് സാമ്പിൾ. ലാർജ് സാമ്പിൾസിന് എന്നിൻ്റെ സൈസ് കൂടുന്തോറും ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എവിടേക്കാണ് പോകുന്നത്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ടെൻഡ്സ് ടു നോർമാലിറ്റി എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ആർ മോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇഫ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റേഴ്സ് ആർ എക്സിസ്റ്റ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ സഫിഷ്യൻ്റ് ആണ് എപ്പോഴാണ്, സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി മാക്സിമം എസ്റ്റിമേറ്റേഴ്സ് ആർ നോട്ട് നെസസറിലി അൺബയാസ്ഡ്. അത് അൺബയാസ്ഡ് ആവണമെന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു MLE അതായത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഇത് ഇൻവാരീസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ കൺസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഓഫ് കൺസിസ്റ്റൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവാരിയൻസ് പ്രോപ്പർട്ടി എന്താണെന്ന്. ഇൻവാരിയൻസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്നത് MLE ഓഫ് തീറ്റ ആണെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷൻ അതായത് ടീൻ്റെ ഒരു ഫംഗ്ഷൻ g ഓഫ് ടി അത് എന്തിൻ്റെ MLE ആയിരിക്കും, ഫംഗ്ഷൻ ഓഫ് എ തീറ്റ g ഓഫ് തീറ്റ എന്നായിരിക്കും. ഓക്കെ, അതാണ് ഇൻവാരിയൻസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് MLE എന്ന് പറഞ്ഞാൽ ഈ 6 ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.